വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളപ്പിച്ച പയർ അല്ലെങ്കിൽ സ്പ്രൗട്ട് എന്നൊക്കെ പറയുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ സ്പ്രൗട്ട് അല്ലെങ്കിൽ മുളപ്പിച്ച പയറൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതെങ്ങനെ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അത് ചെറുപയർ മുളപ്പിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ കാണുന്നതാണ് വീഡിയോസിനകത്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. നമ്മളിപ്പോൾ നമ്മുടെ പല വീഡിയോകളിലകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ന്യൂട്രിയൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ്. അതായത് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചില പ്രോട്ടീൻ്റെ അകത്ത് എല്ലാ അമിനോ ആസിഡുകളും വേണമെന്നില്ല. ഏകദേശം 20ഓളം അമിനോ ആസിഡുകൾ ചേർന്ന പ്രോട്ടീനെയാണ്, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള 20ഓളം അമിനോ ആസിഡുകൾ ചേർന്ന പ്രോട്ടീനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. മിക്ക വെജിറ്റേറിയൻ ഫുഡുകൾക്കതും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിരിക്കത്തില്ല. കാരണം 20 അമിനോ ആസിഡും അതിനകത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പല ഓപ്ഷനുകളും ഉണ്ട്. അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആക്കാനായിട്ട് അത് എഗ്സ്, ചിക്കൻ, അതുപോലെ ഫിഷ്, മുട്ട, എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് പ്രോട്ടീനുകളാണ്. അതായത് ഈ അമിനോ ആസിഡുകളെല്ലാം ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ് നമ്മുടെ എന്താണ് ഈ സ്പ്രൗട്ട്, അതായത് മുളപ്പിച്ച പയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് നിങ്ങളുടെ ഡെയിലി ഡയറ്റിനകത്ത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. സ്പ്രൗട്ട് അല്ലെങ്കിൽ മുളപ്പിച്ച് വരുന്ന രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുകളെ ഒക്കെ നശിപ്പിക്കുന്ന റാഡിക്കൽസാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് നിലനിർത്താനും ഈ പയർ കഴിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനകത്ത് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ ഏതൊരു അസുഖമാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബെറ്റർ ആകുന്നതുകൊണ്ട് തന്നെ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെയും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും. അതുമാത്രമല്ല ഗൈസ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രീമച്വർ ഏജിങ്, അതായത് നമുക്ക് പെട്ടെന്ന് പ്രായമല്ലോ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മുളപ്പിച്ച് വരുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് കൂടുതൽ യുവത്വം നമ്മളെ യങ്ങായിട്ട് നിലനിർത്താൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമ്മൾ ഈ മുളപ്പിച്ച പയറിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ ഹേർട്ടിന് നല്ലതാണ്. നമ്മുടെ HDL, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് പ്രോട്ടീൻ എന്ന് പറയുന്നുള്ള നല്ല ഗുഡ് കൊളസ്ട്രോൾ അത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹേർട്ട് പരമായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഹേർട്ട് ഡിസീസസ്, അല്ല ഭാവിയിൽ ഹേർട്ട് അറ്റാക്ക്, അതുപോലെ പല പല കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള പല ഡിസീസസ് എന്തെങ്കിലും വരാനുള്ള ചാൻസ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് omega-3 ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹേർട്ട് ഫ്രണ്ട്ലി ഫുഡാണ്. നിങ്ങൾ ഡെഫിനറ്റായിട്ടും കൺസ്യൂം ചെയ്തിരിക്കേണ്ട ഒരു ഹേർട്ട് ഫ്രണ്ട്ലി ഫുഡാണ് നമ്മൾ ഈ പറയുന്ന സ്പ്രൗട്ട്. മുളപ്പിച്ച പയർ നമ്മൾ കഴിക്കുന്നതുകൊണ്ടുള്ള നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂട്ടുകയാണ്. അപ്പോൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, അപ്പോൾ അത് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ധാരാളം ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൂടുതൽ ബ്ലഡ് റഷ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഓക്സിജൻ പോലുള്ള സംഭവങ്ങളൊന്നും ചെന്നില്ലെങ്കിൽ അതിന് ഗ്രോത്ത് മര്യാദയ്ക്ക് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയൺ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൂടുതൽ ഓക്സിജൻ ചെല്ലാനും അതുപോലെ തന്നെ മസിലിൻ്റെ ഗ്രോത്ത് ഒക്കെ നന്നാക്കാനും ഒക്കെ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഹെയർ, നമുക്ക് പലർക്കും ഹെയർ ഡാമേജ്, അതുപോലെ നമ്മുടെ ഹെയർ ലോസ്, ഡ്രൈ സ്കാൽപ്പ്, അതായത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കുക, അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉണ്ടാകാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം. പയർ മുളപ്പിച്ചെന്ന് പറയുന്നത് വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, അതായത് ഹെയർ വളർന്നു വരുന്ന ആ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും വിറ്റാമിൻ എ ചെന്ന് കഴിയുമ്പോഴത്തേനും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കറക്റ്റായിട്ട് നടക്കാനും അതുപോലെ സ്കാൽപ്പൊക്കെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിത് ഡെഫിനറ്റായിട്ടും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ മുളപ്പിച്ച് പയർ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഹെയറിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സെബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന, നമ്മുടെ സ്കാൽപ്പിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഓയിലിനാണ് ഹെയർ സെബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിലാണ് നമ്മുടെ തലയുടെ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതൊക്കെ ഈ ഹെയർ സെബം തന്നെയാണ്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഇത് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആകാതിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തും. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെയറുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. മുളപ്പിച്ച പയറിനകത്ത് സെലേനിയം എന്ന് പറയുന്ന ധാരാളമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് കൊണ്ടുള്ള പ്രയോജനം വെച്ചിട്ടുണ്ടെങ്കിൽ, സെലേനിയത്തിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മുടെ ഹെയറിൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ ഹെയറിൽ
ഡാൻഡ്രഫ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഫംഗൽ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് നമുക്ക് ഡെഫിനറ്റായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു പരിഹാരമായിരിക്കും ഈ മുളപ്പിച്ച പയർ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങളും നമ്മുടെ ഹെയറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഹെയറിന് വളരെയധികം നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ മുളപ്പിച്ച പയർ എന്ന് പറയുന്നത്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ അത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കണം. പയർ മുളപ്പിച്ച് കഴിക്കുന്നതുകൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ധാരാളമായിട്ട് മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് മാംഗനീസ് ഉള്ളതുകൊണ്ട് തന്നെ മെയിൽസിലും ഫീമെയിൽസിലുമുള്ള സെക്ഷൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജിമ്മും ബെനിഫിറ്റ്സും അതുപോലെ തന്നെ മൊത്തം ഹെൽത്തി ആയിട്ടുള്ള ടോട്ടൽ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എങ്ങനെ കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാലോ, പയർ മുളപ്പിച്ചിട്ട് നമുക്ക് സാലഡ്സ് ആക്കി കഴിക്കാം. അതായത് സാലഡ് പോലെ മുളപ്പിച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വേവിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചില ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ ചിലപ്പോൾ നമുക്ക് ഹാംഫുള്ളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വേവിച്ച് കഴിക്കാൻ പറയുന്നത്. ഇച്ചിരി മുളപ്പിച്ച പയറെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, തക്കാളിയോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ആഡ് ചെയ്ത് സാലഡായിട്ട് നമ്മൾ പല ഡയറ്റുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ. അതിൻ്റെ സാലഡ്സ് ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാലഡ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത്രയായിരുന്നു അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വീഡിയോയുടെ എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പയർ മുളപ്പിച്ച് പയർ കഴിക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉപയോഗങ്ങൾ, എന്തൊക്കെ നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെയൊക്കെയാണ് ഇത് അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ മുളപ്പിച്ച പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഈ മുളപ്പിച്ച പയർ. അപ്പോൾ ഇത് ഹൈ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അതുമാത്രമല്ല ഗൈസ്, ഇത് നല്ലൊരു പമ്പ്. ഇതിൻ്റെ അത് നമ്മൾ പറഞ്ഞു അയണിൻ്റെ അംശം ഉണ്ടെന്ന്. അപ്പോൾ അയണിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു പമ്പാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഗ്രോത്തിനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസിന് നല്ലതാണ്. ഇത് ഹെയർ സബത്ത് ഉണ്ടാകാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അത് മാത്രമല്ല ഫംഗസ് പോലുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി ഫംഗൽ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ ഇത് ചെയ്യുന്നു. മെയിൽസിലും ഫീമെയിൽസിലും ഒരുപോലെ തന്നെ മാംഗനീസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെക്ഷൽ ഹോർമോൺ പ്രൊഡക്ഷനും ഇത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ലൈഫ് സ്റ്റൈൽ, ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ.